ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റോബ്ലോക്സിലെ 99 നൈറ്റ്സ് സർവൈവിങ് ഫോറസ്റ്റുമായിട്ടാണ്. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ എത്ര ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം എൻ്റെ കൂട്ടുകാരനുമായിട്ട് കളിച്ചപ്പോൾ ഞാൻ 14 ദിവസമാണ് സർവൈവ് ചെയ്തത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഏകദേശം ഒരു 5-6 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലാതെ പറ്റത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുന്നത്. കാരണം ഇതുവരെയായിട്ട് ഞാൻ ഒറ്റയ്ക്ക് കളിച്ചിട്ട് കൂടിപ്പോയത് 3 ദിവസത്തിൽ കൂടുതൽ ഞാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് കയറുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ തടി വെട്ടണം, എന്നിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഞാൻ തടി വെട്ടാൻ പോവാണ്. ഓക്കെ, നമുക്കിത് ഫുള്ള് ഏകദേശം 9 തടി വേണം നമുക്ക് ലെവൽ 2-ലോട്ടാക്കാൻ. അപ്പോൾ നമുക്ക് തടി 9 എണ്ണം വെട്ടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യം നോക്കണം. അതാണ് ഞാനിതിവിടെ പ്ലാൻ ചെയ്യുക. ഒറ്റയ്ക്ക് കളിക്കുന്നതാണ്. ഇവരെല്ലാം വരുമ്പോൾ ഭയങ്കര പാടാണ്. എൻ്റെ പേരെന്നായിരുന്നു, ഞാൻ മറന്നുപോയി. അവരെല്ലാം വരുമ്പം കൾട്ടിസ്റ്റ്, അവരെല്ലാം വരുമ്പോൾ നമ്മൾ വേഗം ചത്തുപോകും. അതാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഒറ്റയ്ക്ക് കളിക്കുമ്പോഴുള്ള. 2 പേരായിട്ട് കളിക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഒരുത്തനെ മാറ്റിക്കൊണ്ട് വന്നിട്ട് വരുമ്പം ആ കൂടെ ഉള്ളവനാണെങ്കിൽ അവനെ ബാക്കിൽ നിന്ന് വന്ന് അടിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമുക്ക് വേഗം ഈസി ആയിട്ട് ആ കൾട്ടിസ്റ്റിനെല്ലാം തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബിയർ ഫ്രൂട്ട് വേണം നാളത്തേക്ക്. പിന്നെ നമുക്ക് ഇതിനെ കൊല്ലുന്നതനുസരിച്ച് നമുക്ക് ഫുഡും കിട്ടും. ഓക്കെ, നമുക്കിത് ഇവിടോട്ട് ഇടാം. നമുക്കിവിടെ ഇതിനെല്ലാം കൊല്ലാം. ഇതിൽ ഓടിച്ചിട്ട് കൊല്ലുവാണ് മുയലിനെ എല്ലാം. കുറേ എന്നെ കറക്കി ഇതാണെങ്കിൽ ഇട്ട്. ഫസ്റ്റ് നൈറ്റ് നമ്മൾ ഇവരൊന്നും ചെയ്യാത്ത കാരണം പിന്നെ കുഴപ്പമില്ല. ഇവരെ കൊല്ലാനായിട്ട് ഇങ്ങനെ ഓടാം. ഓക്കെ, ഭയങ്കര ലാഗാണ് ഗൈസ്. ഞാൻ നേരത്തെ കളിക്കുമ്പോൾ അത്രയും ലാഗില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ലാഗാണ് വരുന്നിട്ട് ഒരു അപ്ഡേഷൻ കഴിഞ്ഞപ്പം. നമുക്ക് ഒരു ക്യാമ്പ് ഫയറിലോട്ട് പോവാം. ദ ക്യാമ്പ് ഫയർ ഈസ് ഓൾമോസ്റ്റ് ഔട്ട്. പോയി ട്രീസ് വെട്ടാൻ നോക്കാം. ഇന്നത്തെ രാത്രി കുഴപ്പമില്ല. നാളെ രാത്രി ആകുമ്പോഴേ അവൻ വരത്തുള്ളൂ. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ തടിയെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിടാം. സാപ്ലിങ് അവിടെ കിടക്കട്ടെ. നേരെ എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് കൊന്നു നോക്കാം. ബിയർ ഫ്രൂട്ട് കിട്ടുവാണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു വൂൾഫ് ഇറങ്ങി കിടപ്പുണ്ട്. ഓ ഗായ്സ്, കിട്ടിയില്ല. പക്ഷെ നമ്മൾ മീറ്റ് സ്റ്റോർ ചെയ്യുവാണ്. സപ്പോസ് നമ്മൾ ചാകാൻ പോകുമ്പോൾ മീറ്റിൻ്റെ ഇതിലാണ് ഇതാകുന്നതെങ്കിൽ നമുക്ക് നേരെ മീറ്റ് ക്യാമ്പ് ഫയർ കിടക്കുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ ഓക്കെ ഗായ്സ്, ബണ്ണി ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബിയർ ഫ്രൂട്ട് എന്നാണ് പറഞ്ഞത്, ബണ്ണി ഫ്രൂട്ടാണ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗുഡ് ആക്സ് മേടിക്കാം. ഓക്കെ, ക്യാമ്പ് ഫയർ ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചാകും. ഓക്കെ, നമുക്ക് വരെ മരം വെട്ടാം. ഇവിടെ ഒരു 4 മരം അടുപ്പിച്ച് നിൽപ്പുണ്ട്. ആ 4 മരവും നമുക്ക് വെട്ടാം. ഓക്കെ, മൂന്നാമത്തേതാണിത്. ദ ക്യാമ്പ് ഫയർ ഈസ് ഓൾമോസ്റ്റ് ഔട്ട്. അപ്പോൾ ഗൈസ്, 4-മത്തെ മരവും ആയിട്ടുണ്ട്. നമുക്കിത് നേരെ നമ്മുടെ ക്യാമ്പ് ഫയറിൽ കൊണ്ടുപോയിടാം. ഓക്കെ ഗൈസ്, നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് ലെവൽ 3-ലേക്ക് ആക്കാം ഇപ്പം തന്നെ ക്യാമ്പ് ഫയർ.
ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ ഇത്ര ഇതെടുത്തു. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇടാം. ഓക്കെ, സംവെയർ ഡിയർ ഇൻ ഫോറസ്റ്റ്, സംവെയർ ഡീപ്പ് ഇൻ ഫോറസ്റ്റ്. ഡിയർ ഉൾക്കാട്ടിലുണ്ട് ഗായ്സ്, നമ്മൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ചില സമയം അത് നമ്മുടെ അടുത്തോട്ടെല്ലാം വരാം. 99 ഒരു തടി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് മാപ്പ് ഇതാക്കാം. ഗായ്സ്, എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ പറ്റുന്നില്ല. അതും വല്ലാത്തൊരു ഇതായിപ്പോയല്ലോ. ലാഗാണ്, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ഓക്കെ, നമുക്കിനി എൻ്റെ ഫുഡ് ഞാൻ കഴിക്കുവാണ്. ഓക്കെ, നമുക്ക് ഈ മരം വെട്ടാം. ഇവിടെ 2 എണ്ണം കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വെച്ചത്. അത് 2 നമുക്കിന്ന് വെട്ടാം. ഓക്കെ, നമുക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇട്ടു. ലെവൽ 3 ആക്കിയിട്ടുണ്ട് നമ്മുടെ ക്യാമ്പ് ഫയർ. ഇനി നമ്മുടെ സാപ്ലിങ് എടുത്ത് നമുക്കെല്ലാം കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്യാം. ഓക്കെ, എല്ലാം സ്റ്റോർ ചെയ്തു. ഇനി ഇത് എല്ലാം കൂടി ഇവിടെ കുഴിച്ച് വയ്ക്കാം. എല്ലാം അൺസ്റ്റോർ ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് പ്ലാന്റ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതാക്കാൻ പറ്റും, മുറിച്ചെടുക്കാൻ പറ്റും. അത് കാരണം നമ്മൾ ഒരുമിച്ചാണ് എല്ലാം വെക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡേ ആയിട്ടുണ്ട്, 3 ആയിട്ടുണ്ട് ഡേ. ഇനി നമുക്ക് ഇതിനെല്ലാം കൊന്ന് ഇത് മീറ്റ് എടുത്ത് നമുക്ക് പോയി ഫുഡായിട്ട് കഴിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം നോക്കുന്നുണ്ട് നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇനി കുറച്ച് ട്രീ വെട്ടാം, മരങ്ങൾ വെട്ടാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഫയറിൻ്റെ അകത്തിടാം. ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പ് ഫയർ ചിലപ്പം കെട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചറിയാം, അവിടെ വെച്ച് പ്ലാന്റ് ആയിപ്പോയത്. ഓക്കെ, നൈറ്റ് ആകാറായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ തന്നെ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞെക്കിയിട്ട് വരുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ 4th ഡേയിലോട്ടുള്ള നൈറ്റാണ്. ഓക്കെ, സംവെയർ ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ്. കിഡിനെ നമ്മൾ സർവൈവ് ചെയ്യണം. നമുക്ക് 5ാമത്തെ ദിവസം കഴിഞ്ഞ് സർവൈവ് ചെയ്യാൻ പോകാം. അപ്പോഴേ ആയിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയറും ഇല്ല, ഫുഡും ഇല്ല നമുക്ക്. നമുക്ക് കുറച്ച് ഫുഡും ക്യാമ്പ് ഫയറും എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, ഉൾക്കാട്ടിലേക്ക്. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് രാവിലെ ആകാൻ വെയിറ്റ് ചെയ്യാം, കാരണം ഫുഡ് വേണം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വന്നിട്ടുണ്ട്. ഞാൻ മാപ്പാണ് എടുത്തത്. ഓ ഗായ്സ്, നമ്മൾ ഹംഗ്രിയാണ്. മാപ്പ് ബിൽഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെയുള്ള ക്യാരറ്റെല്ലാം തിന്നാം. നമുക്ക് കുറച്ച് മീറ്റ് ഇതാക്കാൻ ഡേ 4 ആയിട്ടുണ്ട്. ഓക്കെ, മീറ്റ് ഇവിടുന്ന് എടുക്കാം നമുക്ക്. ഞാൻ ഇൻഫോ ഒന്നും തുറന്നു നോക്കുന്നില്ല, കാരണം എനിക്കിപ്പോൾ ഫുഡിൻ്റെ ഒരു ഇതാണ്. കാരണം ഫുഡില്ലെങ്കിൽ നമ്മൾ വേഗം ചത്തു പോകുന്ന കാരണം ഞാൻ ഫുഡാണ് ഇപ്പം മെയിനായിട്ട് നോക്കുന്നത്. കാരണം ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോവും, നമ്മൾ ചിലപ്പോൾ ചാകാനുള്ള ഇതുണ്ട്. നമുക്ക് 2 മീറ്റും എടുത്ത് തിന്നാം. ഓക്കെ, നമ്മുടെ മരം എല്ലാം അവിടെ വെച്ച് ഇതായി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതല്ല ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇതിനെല്ലാം കൊല്ലാൻ പോവാണ്. എന്നെ ഇട്ട് ഓടിക്കുവാണ് ഇവർ. അത് കാരണം ഞാനത് മീറ്റ് ഇതാക്കാതെയാണ് കഴിച്ചത്. നമുക്ക് നേരെ അകത്തോട്ട് കയറി ഇതെല്ലാം എടുക്കാം.
ഓക്കെ, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ബുള്ളറ്റും എടുക്കാം നമുക്കിവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ആ ചെസ്റ്റ് നമുക്ക് വേറെ അൺലോക്ക് ചെയ്യാം. ഗായ്സ്, എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ ലാഗ് അടിച്ച പോലെ ഇത് ലാഗ് അടിക്കാൻ തുടങ്ങി. നമുക്ക് എന്തായാലും ആ ഫോക്സിനെ കൊന്നിട്ട് നമുക്ക് അതിൻ്റെ മീറ്റ് എടുക്കാം. ഓക്കെ, യു വിൽ ബി അറ്റാക്ഡ്. ഗായ്സ്, ഇന്ന് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമെന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ മീറ്റെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എങ്ങനെയും കഴിക്കാം. ഇന്ന് ചിലപ്പോൾ ഞാൻ ചാകാൻ സാധ്യതയുണ്ട്, കാരണം എൻ്റെ കയ്യിൽ ഫുഡില്ല, പിന്നെ ഹെൽത്തും കുറവാണ്. ഓ ഗായ്സ്, അവർ വന്നു. ഗായ്സ്, പുറകിൽ നിന്നെല്ലാം വന്ന് അടിക്കുന്നത്. ഓ ഗായ്സ്, ഇനി ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. നമ്മളിപ്പോൾ എന്തായാലും ചത്തിരിക്കുവാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബൈ.